വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ വർഷം 2026 ബിറ്റ്കോയിൻ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ്റെ ആ ഒരു യുഫോറിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ ടോപ്പ് മേ ബി ഒരു 1,50,000 അല്ലെങ്കിൽ ഒരു $2,00,000 ഈ ഒരു വർഷം, അതായത് ഒരു ഒട്ടുമിക്ക എല്ലാ ആളുകളും എക്സ്പെക്ട് ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു. പക്ഷേ അത് ഈ വർഷം അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ കാര്യം തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. 2026 എന്തുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പല കാരണങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോൻ്റെ കൂടെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ബിറ്റ്കോയിൻ വളരെ വൈകാതെ തന്നെ ഈ ഒരു വർഷം മുകളിലോട്ട് പോകും എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഈ ഒരു പെർട്ടിക്കുലർ ചാർട്ടാണ്. സോ ഈ കാണുന്ന ചാർട്ട് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള 2000 സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ്. റസൽ 2000 എന്നുള്ള സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. സോ എപ്പോഴൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ചാർട്ട് അതിൻ്റെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ സൈക്കിൾ ടോപ്പ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ അടുത്ത 1 ഇയർ ഈ ഒരു ചാർട്ടിനൊപ്പം തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഫോളോ ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഈ ഒരു റസൽ 2000 2021 നവംബറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സൈക്കിൾ ടോപ്പ് പീക്കിന് 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ വൈകാതെ തന്നെ ബിറ്റ്കോയിനും ഈ ഒരു ചാർട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റസൽ 2000 ഫോളോ ചെയ്യാനുള്ള എല്ലാ പ്രോബബിലിറ്റിയും നമുക്ക് മുന്നിലുണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 പ്രാവശ്യം 2012 മുതൽക്ക് നമ്മൾ ഈ ഒരു റസൽ 2000 ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ വലിയ രീതിയിൽ റസൽ 2000 ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ബിറ്റ്കോയിനും അടുത്ത 1 ഇയർ അതേപോലെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. വലിയ രീതിയിൽ എന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിലാണ് ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Q4 2012, അതായത് 2012 അവസാനത്തോട് കൂടിയിട്ടാണ് റസൽ 2000 2009 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സൈക്കിൾ ടോപ്പ് പീക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. സോ അതേ ഒരു പീരീഡിൽ 2013 ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു റസൽ 2000 അമേരിക്കയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുൾ മാർക്കറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്മോൾ ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഒരു ബെയർ മാർക്കറ്റിലൂടെ പോവുകയും പിന്നെ വീണ്ടും ഈ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്, ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത് 2016 Q4ലാണ്. സോ 2016 Q4ലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൽ 2000 ഈ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം പിന്നെ ഒരു 1 ഇയറിന് മുകളിൽ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതായത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്മോൾ ക്യാപ്പ് കമ്പനികൾ ഒരു ബുൾ റണ്ണിലായിരുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു സമയത്തും ബിറ്റ്കോയിൻ വളരെ വലിയ രീതിയിൽ 2017 വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം 2018 മുതൽക്ക് 2020 ഡിസംബർ വരെയും ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴോട്ടാണ് പോയിട്ടുള്ളത്. അതായത് കോവിഡ് ക്രാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു റസൽ 2000 ഒരു ബ്രേക്ക് ഔട്ട് നടത്തുന്നത് 2020 Q4ലാണ്, ഡിസംബർ ആ ഒരു സമയത്താണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ വളരെ വലിയ രീതിയിൽ 2021 നവംബർ വരെയും ഈ ഒരു റസൽ 2000 വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതേ പീരീഡിൽ ബിറ്റ്കോയിനും വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 വർഷവും ഈ ഒരു റസൽ 2000 ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു ബെയർ മാർക്കറ്റിലാണ്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ടാണ് ഈ ഒരു റസൽ 2000 മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല ഈ വർഷം, അതായത് 2026 ജനുവരിയിലാണ് വളരെ വലിയ രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട്, അതായത് 2021 നവംബർ മാസത്തെ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴാണ്. സോ ഇനി ഈ ഒരു റസൽ 2000 ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി ഈ ഒരു ചാർട്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതേപോലെ റസൽ 2000 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനും വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഉണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ട്വീറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിലവിൽ നടക്കുന്ന ഒരുപാട് മാർക്കറ്റിൽ നടക്കുന്ന ലിക്വിഡിറ്റി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ റസൽ 2000 എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. അതായത് അമേരിക്കയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ നാസ്ഡാക്കിലുള്ള 100 ടെക് കമ്പനികളാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ S&P 500 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ റസൽ 2000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എസ്പെഷ്യലി ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ആദ്യം ചേസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? വലിയ വലിയ കമ്പനികളെ ആയിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ ഏതൊരാളും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സേഫ് ആയിട്ടുള്ള കമ്പനികളിലായിരിക്കും അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞൊരു 1 ഇയർ 2 ഇയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US വളരെ ചുരുക്കം കമ്പനികൾ AI റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനീസ്, S&P 500 നാസ്ഡാക്കിലുള്ള വലിയ വലിയ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ ഉള്ള വലിയ വലിയ കമ്പനികളാണ് വലിയ രീതിയിലൊരു ബുൾ മാർക്കറ്റിൽ ഉള്ളത്. അതേപോലെ തന്നെ ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് ആളുകൾ കൂടുതൽ ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുകയും ക്യാപിറ്റൽ റൊട്ടേറ്റായി സ്മോൾ കമ്പനികളിലോട്ട് വരികയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോയിനുകളുണ്ട് അല്ല, അപ്പോൾ ബിറ്റ് കോയിൻ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ആദ്യം ചേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ബിറ്റ് കോയിനാണ്. കാരണം ബിറ്റ് കോയിനാണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ അസറ്റ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള പല ടോക്കണുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു ബ്രോഡർ മാർക്കറ്റിൽ ഇപ്പോൾ ഗ്ലോബലി ഉള്ള മൊത്തത്തിലുള്ള ഒരു അസറ്റ് ക്ലാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ് അല്ലേ? ഇപ്പോൾ ഗോൾഡും കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഒരു ബുൾ മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇനി വൈകാതെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് കൂടുതൽ സേഫ് ആയിട്ടുള്ള അസറ്റുകളിൽ നിന്നും കൂടുതൽ ക്യാപിറ്റൽ ഹയർ റിസ്ക് ആയിട്ടുള്ള അസറ്റുകളിലോട്ട് ഡൈവേർട്ടായി പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അത് കാരണം കൊണ്ടാണ് റസൽ 2000 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ മുകളിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ റിസ്കി ആയിട്ടുള്ള ക്യാപിറ്റൽ ഇപ്പോൾ ഗ്ലോബലി ഉള്ള ഒരു കോൺടെസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ റിസ്കി ആയിട്ടുള്ള ഒരു അസറ്റായിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹയർ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ടെക് സ്റ്റോക്കുകളിൽ നിന്നും ഗോൾഡിൽ നിന്നും സിൽവറിൽ നിന്നും അത്തരത്തിലുള്ള വലിയ വലിയ അസറ്റ് ക്ലാസ്സുകളിൽ നിന്ന് ക്യാപിറ്റൽ റൊട്ടേറ്റായി ബിറ്റ് കോയിനിലോട്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെയാണ് അതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2012 മുതൽക്കുള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഹൈ റിസ്കി ആയിട്ടുള്ള ഈ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനീസ് കൂടുന്നുണ്ടോ അപ്പോഴൊക്കെ ബിറ്റ് കോയിനും അതിന് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ചാർട്ട് റസൽ 2000 2012 മുതൽക്കുള്ള ചാർട്ടാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ഈ ഒരു 2011 ഏപ്രിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? 2013 ജനുവരിയിലാണ് അല്ലേ? 2013 ജനുവരി മുതൽക്ക് 2015 ജൂൺ വരെയും ഈ ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ മുകളിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ വെറും $13 നിന്ന് $1163 മുകളിലോട്ട് പോയത്. അതായത് 88 ഇരട്ടിയാണ് മുകളിലോട്ട് പോയത്. നമ്മളിവിടെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ജനുവരി 2013 മുതൽക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടാൻ തുടങ്ങിയിട്ട് 2013 നവംബർ ആകുമ്പോഴേക്കും, അതായത് വിത്തിൻ 1 ഇയർ കൊണ്ട് തന്നെ 1 ഇയർ പോലും ഇല്ല, ഏകദേശം ഒരു 11 മന്ത് കൊണ്ട് തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $13 നിന്നും $1163 മുകളിലോട്ട് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ബിറ്റ് കോയിൻ ഒരു ബെയർ മാർക്കറ്റിലൂടെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റസൽ 2015 കഴിഞ്ഞതിന് ശേഷം ഒരു ബെയർ മാർക്കറ്റിലൂടെ പോയി. പിന്നെ ഈ ഒരു 2015 ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നത് 2016 നവംബറിലാണ്. സോ നമ്മൾ 2016 നവംബർ മുതൽക്ക് ഏകദേശം 2018 ഓഗസ്റ്റ് വരെയും ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു ബുൾ മാർക്കറ്റിലാണ് ഉള്ളത്. അതേ ഒരു പീരീഡിൽ, അതായത്
16 നവംബർ മുതൽക്ക് 1 ഇയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ $697 നിന്നും $20,000 മുകളിലോട്ട് പോയത് അല്ലേ. 2017 ബുൾ മാർക്കറ്റ് നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നവംബർ 2016 മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഡിസംബർ 2017 വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിലാണ് മുകളിലോട്ട് പോയത്. ഏകദേശം ഒരു 13 മാസം ബിറ്റ്കോയിൻ ഒരു കംപ്ലീറ്റ് ബുൾ മാർക്കറ്റിലായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിൻ വീണ്ടും താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി അതേപോലെ അടുത്ത ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു 2018 ഓഗസ്റ്റിൽ റസൽ 2000 ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് പോകുന്നു. പിന്നെ കോവിഡ് ക്രാഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2020 നവംബറിലാണ് ഈ ഒരു ഇൻഡെക്സ് ഈ ഒരു 2018 ഉണ്ടായിട്ടുള്ള ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോകുന്നത്. ആ ഒരു പീരീഡിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 നവംബർ മുതൽക്ക് 2021 നവംബർ വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിലാണ് ഉണ്ടായിരുന്നത് അല്ലേ. $13,799 മുതൽക്ക് $69,000 വരെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയത്. നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചാർട്ട് ഇവിടെ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. അതായത് നവംബർ 2020 മുതൽക്ക് നവംബർ 2021 വരെ കറക്റ്റ് 1 ഇയർ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 13,799 മുതൽക്ക് $69,000 വരെയാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിനും താഴോട്ട് വന്നു. അതേപോലെ തന്നെ റസൽ 2000 താഴോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 2025 മുതൽക്ക് റസൽ 2000 വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലോട്ട് കടക്കുന്നുണ്ട്. സോ ഇപ്പോൾ ജനുവരിയിലാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2021 നവംബർ മാസം ഉണ്ടായിട്ടുള്ള ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ റസൽ 2000 ഇതേപോലെ ഈ കഴിഞ്ഞ 3 പ്രാവശ്യം ഉണ്ടായതുപോലെ ഒരു ബുൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് അമേരിക്കയിലുള്ള സ്മോൾ ക്യാപ്പ് കമ്പനീസും കൂടി ഒരു ബുൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ ഇതേപോലെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലും അതിൻ്റെ ബുൾ മാർക്കറ്റിലും അതിൻ്റെ മുന്നത്തെ ബുൾ മാർക്കറ്റിലും ബിറ്റ്കോയിൻ എങ്ങനെയാണോ ഒരു 1 ഇയർ വലിയ രീതിയിൽ എക്സ്പ്ലോസീവായിട്ട് മുകളിലോട്ട് പോയത്, അതേപോലെ ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് മേ ബി ഈ ഒരു വർഷത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവസാനം വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ടാർഗറ്റുകളും ഈ ഒരു വർഷം അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. കാരണം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പറയാനുള്ള കാര്യം എപ്പോഴും പറയുന്നത് തന്നെയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ബിറ്റ്കോയിൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലോങ് ടേമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ സ്റ്റഡി ബിറ്റ്കോയിൻ, ബൈ ബിറ്റ്കോയിൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.